ഹായ്. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരികയാണ്, നടക്കുകയാണ്. എന്താ പറയുക, ഇന്നലെ നൈറ്റായിരുന്നു. 36 hour ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. നോർമലി വരുമ്പോൾ ഭയങ്കര ക്ഷീണിച്ച് ഒക്കെയാണ് വരിക. ഒന്ന് കിടന്നാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് വരിക. പക്ഷെ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയായി വരാനുള്ള ഒരു കാരണമുണ്ട്. പക്ഷെ അത് സർപ്രൈസാണ്. അത് ഞാൻ നാളത്തെ വീഡിയോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയുള്ളൂ. എനിക്ക് ഹാപ്പി ഉള്ള കാര്യമാണ്, എനിക്ക് ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്. നിങ്ങൾക്ക് ചില ആൾക്കാർ പറയും ഇതൊക്കെ എന്ത് സർപ്രൈസ്, ഇതൊക്കെ ഇത്ര വീഡിയോ ഇടാണ്ടോ എന്നൊക്കെ തോന്നും. എൻ്റെ ഹാപ്പിനെസ്സാണ് വീഡിയോയിൽ പങ്കുവയ്ക്കണത്. സോ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ. ഹലോ എവരിവൺ, മലയാളം മീഡിയ ഓൺലൈനിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. അമൃത സുരേഷുമായി വിവാഹമോചനം നേടിയതിന് പിന്നാലെയായിരുന്നു നടൻ ബാല ഡോക്ടർ കൂടിയായ എലിസബത്ത് ഉദയനെ വിവാഹം കഴിക്കുന്നത്. സോഷ്യൽ മീഡിയ ഏറെ ആഘോഷ വിവാഹം കൂടിയായിരുന്നു ഇരുവരുടേതും. എന്നാൽ 2 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ആ വിവാഹബന്ധം വേർപിരിയുന്നതാണ് നമ്മൾ എല്ലാവരും കണ്ടത്. നടൻ കരൾ രോഗത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നപ്പോഴെല്ലാം ബാലയെ ശുശ്രൂഷിച്ച് എലിസബത്ത് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എന്നാൽ വൈകാതെ തനിക്കൊപ്പം ഇനി എലിസബത്ത് ഇല്ലെന്ന് ബാല ആരാധകരെ അറിയിച്ചു. ബാല എലിസബത്ത് ബന്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇരുവരോടും ആരാധകർ ചോദിച്ചുവെങ്കിലും മൗനമായിരുന്നു ഇരുവരുടെ മറുപടി. എലിസബത്ത് തൻ തങ്കമായിരുന്നുവെന്ന് ബാല പറഞ്ഞെങ്കിലും പിരിയാനുണ്ടായ കാരണം നടൻ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അടുത്തിടെ അമൃത സുരേഷ് ബാല തർക്കത്തിനിടെ അമൃതയുടെ സുഹൃത്തു കൂടിയായ കുക്കു എലേല ബാല എലിസബത്ത് ബന്ധത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരുന്നു. അമൃത സുരേഷ് നേരിട്ടതിന് സമാനമായ പീഡനങ്ങളാണ് എലിസബത്തും അനുഭവിച്ചതെന്നും ഒടുവിൽ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് എലിസബത്ത് വീട് വിട്ടിറങ്ങിയതെന്നും കുക്കു പറയുകയുണ്ടായി. പലതവണ എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും താൻ അനുഭവിച്ചതിനെ കുറിച്ച് അവർ അമൃതയുമായി പങ്കുവച്ചിരുന്നുവെന്നും കുക്കു വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെയാണ് എലിസബത്തും അമൃത സുരേഷും തമ്മിൽ ഒരു സൗഹൃദമുണ്ടെന്ന കാര്യം ആരാധകർ അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് അമൃത തന്നെ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. എലിസബത്തുമായി തനിക്ക് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടെന്നും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ബാല ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടപ്പോൾ അവിടെ വെച്ചാണ് താൻ എലിസബത്തുമായി പരിചയപ്പെടുന്നതെന്നും അമൃത പറയുകയുണ്ടായി. അന്ന് തുടങ്ങിയ ബന്ധമാണ് അതിപ്പോഴും തുടരുന്നുമുണ്ട്. എലിസബത്ത് എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അമൃത പറഞ്ഞത്. ബാലയുമായുള്ള വിവാഹ ജീവിതത്തിൽ താൻ നേരിട്ട അനുഭവങ്ങളെ കുറിച്ചും അമൃത വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ പലർക്കും തന്നെ കുറിച്ച് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറിയെന്നും 14 വർഷത്തിന് ശേഷം വീണ്ടും സമാധാനം അനുഭവിക്കുന്നുവെന്നുമാണ് കഴിഞ്ഞ ദിവസം പങ്കിട്ട വീഡിയോയിലൂടെ അമൃത സുരേഷ് വ്യക്തമാക്കിയത്. ഇപ്പോഴത്തെ അമൃതയുടെ വീഡിയോയ്ക്ക് പിന്നാലെ എലിസബത്തും ഒരു വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ ബാലയെ കുറിച്ചോ അമൃതയെ കുറിച്ചോ ഒന്നുമല്ല എലിസബത്ത് വീഡിയോയിൽ പറയുന്നത്. താനിപ്പോൾ വളരെയധികം സന്തോഷവതിയാണെന്നും അതിനൊരു കാരണമുണ്ടെന്നാണ് എലിസബത്ത് പറയുന്നത്. ഇത് ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് വരുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് നടന്നാണ് വരുന്നത്. 36 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞാണ് വരുന്നതെന്നും സാധാരണ ഭയങ്കര ക്ഷീണിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഡ്യൂട്ടിയൊക്കെ ഉള്ളപ്പോൾ വരിക. എങ്ങനെയെങ്കിലും കിടന്നാൽ മതി എന്ന തോന്നലായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇന്ന് സന്തോഷത്തോടെ വരാൻ ഒരു കാരണമുണ്ട്. അത് പക്ഷേ സർപ്രൈസ് ആണ്. 2 ദിവസം കഴിഞ്ഞ് പറയാമെന്നും എലിസബത്ത് പറയുന്നു.